ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ കുഴപ്പമായല്ലോ. അയ്യോ കുഴപ്പമായി. എവിടെ കാണിക്ക് പത്മിനി. ടീച്ചറെ അത് പിന്നെ എന്താ ചെയ്തില്ലേ? ടീച്ചർ ചെയ്തതാ. ഭാമേ, എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഈ വീട്ടിൽ നിന്നാണല്ലോ ഒരു ലോറിയിൽ നിന്ന് തുടങ്ങി അദ്ദേഹം ഇത്രയും വലിയ മുതലാളിയായത്. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, എനിക്കും എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുമെന്ന്. ശ്രമിക്ക് ഞാൻ അതിന്റെ ഒരു കുറവ് വേണ്ട. അപ്പൊ ഇനിയും പലതും കാണേണ്ടിയിരിക്കുന്നു. എന്റെ കൃഷ്ണ, നീ തന്നെ ശരണം. പപ്പി, ടീച്ചർ വന്ന് ആദ്യം ചോദിക്കാ പപ്പിയോട് ഇന്നലെ ചെയ്തോണ്ട് വരാൻ പറഞ്ഞ പ്രോജക്റ്റ് ആയിരിക്കും. എല്ലാം കൃത്യമായിട്ടാണോ എഴുതിയിരിക്കുന്നതെന്ന് നോക്കിക്കോ. അതൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കിയതല്ലേ. അല്ലെങ്കിലും ആ ടോപ്പിക് എനിക്ക് ഇഷ്ടാ സത്യേ. അതുകൊണ്ട് അത് വലിയ പാടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ടീച്ചർ ഭയങ്കര ദേഷ്യക്കാരിയാ. ചെയ്തോണ്ട് വരാൻ പറഞ്ഞ ചെയ്തോണ്ട് വരണം. നിനക്കെന്താ പപ്പി, മുഖത്ത് ചെറിയൊരു പേടിയുണ്ടല്ലോ. പ്രോജക്റ്റ് ചെയ്ത് കാണില്ലല്ലേ? എങ്കിന്ന് ടീച്ചർ പപ്പിയെ ശരിയാക്കും. എന്റെ കാര്യം അറിയാലോ. ചെയ്ത് തീരുന്ന വരെ പുറത്തു നിർത്തി നല്ലോണം അടിയും കിട്ടി. അവളുടെ മുഖത്ത് പേടിയുണ്ടെന്ന് എന്നോടാരാ പറഞ്ഞേ? അതി മുഖം കണ്ട അറിയാലോ. ചെയ്തിട്ടില്ല അല്ലേ? ഒന്ന് പോടാ. ഇന്നലെ തന്നെ ഇരുന്ന് ചെയ്ത് തീർത്തിട്ടാണ് വന്നിരിക്കുന്നെ. എന്നെ അങ്ങനെ തല്ലുന്നത് കണ്ട് നീ സൂയിക്കണ്ട. ചെയ്തല്ലേ? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കെ. ഇന്നലത്തെ ഹോംവർക്ക് ചെയ്ത് എല്ലാവരും എടുത്തേ. പത്മിനിയോടല്ലേ പ്രോജക്റ്റ് തയ്യാറാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞിരുന്നത്? കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. ആ, എന്നാ ആദ്യം അതെടുക്ക്. അത് കഴിഞ്ഞ് എല്ലാവരും ഹോംവർക്ക് കാണിച്ചാ മതി. പത്മിനി, ചെയ്തത് കൊണ്ടുവാ. എന്താ പപ്പി, കൊണ്ടുപോയി കാണിക്കേ. നീ ചെയ്തതല്ലേ? ചെയ്തതാണെന്നല്ലേ പറഞ്ഞത്? കാണുന്നില്ലല്ലോ. പ്രൊജക്ട് തയ്യാറാക്കി വെച്ചത് ബാഗിൽ കാണുന്നില്ലല്ലോ സത്യേ. കാണുന്നില്ലേ? ബാഗിൽ ശരിക്കും നോക്ക്. നോക്കിയ സത്യേ. ഇന്നലെ എടുത്ത് ബാഗിൽ വെക്കാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ കഴിക്കാൻ പോയത്. പക്ഷെ അമ്മ വച്ചില്ല. നിക്ക്, ഞാൻ നോക്കാം. അയ്യോ കുഴപ്പമായല്ലോ. അയ്യോ കുഴപ്പമായി. എവിടെ കാണിക്ക് പത്മിനി. ടീച്ചറെ അത് പിന്നെ എന്താ ചെയ്തില്ലേ? ടീച്ചർ ചെയ്തതാ. പക്ഷെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നു. അതൊരു എക്സ്ക്യൂസ് അല്ലല്ലോ പത്മിനി. ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എടുക്കാൻ മറക്കുന്ന എങ്ങനാ? ഇതിപ്പോ വന്ന് പത്മിനി ഭയങ്കര ഉഴപ്പായിട്ട് വരുവാ. ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക് ചെയ്യാതെ വന്നാലുള്ള ശിക്ഷ എന്താന്ന് അറിയാലോ. ചെയ്ത് തീരുന്നത് വരെ ക്ലാസ്സിന് വെളിയിൽ നിൽക്കണം. പക്ഷേ പത്മിനിയുടെ ഉഴപ്പ് ഒരൽപ്പം കൂടുതലാ. വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? നാളെ ആ ചെയ്തു വെച്ച വർക്കും കൂടെ ഗാർഡിയനെയും വിളിച്ചോണ്ടേ ക്ലാസ്സിലേക്ക് വരാവൂ. പറഞ്ഞ കേട്ടല്ലോ? അച്ഛനെ വിളിച്ചോണ്ടേ ക്ലാസ്സിലേക്ക് വരാവൂ. ഇപ്പൊ പോയി പുറത്ത് നിക്ക്. പുറത്ത് നിക്കാനാ പറഞ്ഞത്.
ഓരോരുത്തർ ഹോംവർക്ക് കൊണ്ടുവാ. ആദ്യം രമേശ് കൊണ്ടുവാ. തീർന്നു പപ്പി. നാളെയല്ലേ പ്രോജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്? ടീച്ചർ നാളെ വരാതിരുന്നാ രക്ഷപ്പെടാം. ഏയ്, ടീച്ചർ അങ്ങനെ ലീവ് ഒന്നും എടുക്കില്ല പപ്പി. വന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനെല്ലാം വ്യക്തമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞോ? എങ്കി മക്കളെ രണ്ടുപേരും പോയി ഫുഡ് കഴിച്ചേ. ഇപ്പൊ തന്നെ നേരം വൈകി. പപ്പിക്ക് നാളെ കാണിക്കുന്ന ഒരു പ്രൊജക്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു, അതാ താമസിച്ചത്. എന്നാ പോയി ഫുഡ് കഴിച്ചേ. ശാരദാമ്മ കുറെ നേരമായിട്ട് വിളിക്കല്ലേ. ചെല്ല. ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ അമ്മേ. അതെല്ലാം ഞാൻ എടുത്തു വെച്ചോളാം. ചെല്ല, പോയി കഴിക്ക. മോളെ, സോറി മോളെ. ചെല്ല, മോള് പോയി ഭക്ഷണം കഴിക്കാം. ചെല്ല. വാ സത്യ. നാളെ പ്രൊജക്ട് തയ്യാറാക്കിക്കൊണ്ട് വരേണ്ടത് രമേശാണ്. വിഷയം ക്ലാസ് കഴിയുമ്പോൾ ഞാൻ തരാം. വ്യക്തമായി വരച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് വേണം വരാൻ. കൊണ്ടുവന്നില്ലെങ്കിൽ ദേ അതുപോലെ പുറത്ത് നിൽക്കേണ്ടി വരും. അപ്പൊ നാളത്തെ കാര്യത്തിന് തീരുമാനമായി. ഇന്ന് പഠിപ്പിച്ചത് ഞാൻ എല്ലാവരോടും ചോദിക്കും. പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ കയ്യിലെ ചൂരലായിരിക്കും. അപ്പൊ നാളെ അടികൊള്ളാൻ തയ്യാറായി തന്നെ വരണം. എന്താ രമേശ് വല്ലതും പറഞ്ഞോ? ഏയ്, നാളത്തെ ദിവസം നല്ല ദിവസാന്ന് പറയുകയായിരുന്നു. എടി സത്യ, ടീച്ചർ അവസാനം പറഞ്ഞെഴുതിച്ചത് ഒന്ന് കാണിച്ചു തരണേ. ഞാനത് എഴുതിയില്ല. എഴുതിയില്ലെങ്കിൽ എഴുതണ്ട.